ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കി കാണിക്കാൻ പോണത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഞാൻ ഇടുന്ന വീഡിയോ കാണും ചെയ്യാം, എനിക്കൊരു പ്രോത്സാഹനവും. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ കുറച്ച് ഫ്ലവർ മുറിച്ചെടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഫ്ലവറൊക്കെ എടുത്ത് അതിൻ്റെ കറുത്ത കരിമ്പന കുത്തുപോലുള്ളതൊക്കെ കളഞ്ഞ് ഉപ്പിട്ട് കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ചു. ഇനി ഇത് ഞാൻ വേവിക്കാൻ വയ്ക്കുകയാണ്. ഈ ഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, പക്ഷേ ഈ ഫ്ലവർ ഉണ്ടല്ലോ ഏറ്റവും വിഷം അടിക്കുന്നതായതുകൊണ്ട് അതിൽ എവിടെയെങ്കിലും നിങ്ങൾ നീല കളറ് കാണുകയാണെങ്കിൽ ആ ഭാഗം മുറിച്ച് കളയണം. പിന്നെ അതിൻ്റെ മുകളിലുള്ള ഇത് ഫംഗസ് കാണാം. അത് നമ്മുടെ വയറിലെത്തിയാൽ ഫംഗസ് അവിടെ ഇതായിട്ട് നമുക്ക് അസുഖം വരും, അതും മുറിച്ച് കളയണം. പിന്നെ ഓരോന്നിൻ്റെ ഇടയിൽ പുഴുക്കളുണ്ടാവും. അതിന് വേണ്ടി എല്ലാം നോക്കി നമ്മൾ നേരെ പീസാക്കി നെടുകെ മുറിച്ച് വേണം എടുക്കാൻ. ഇട്ട് നന്നായി ഉപ്പും മഞ്ഞളും ഇട്ട് കഴുകി വീണ്ടും ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. നല്ലോണം വേവിക്കണ്ട കേട്ടോ ഫ്രൈ ചെയ്യാൻ. എന്നാലും അതിലത്തെ വിഷം ഇതും പോവാൻ നല്ലപോലെ മഞ്ഞൾപ്പൊടി ഇടണം, ഉപ്പും ഇടണം. ഇത് എടുക്കണം. ഫ്ലവറിലും ക്യാബേജിലുമാണ് ഏറ്റവും വിഷം അടിക്കുന്നത്. അത് കാരണം അത് സൂക്ഷിച്ച് ക്ലീൻ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം വേവിച്ചെടുക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഞാൻ വേവിച്ച് പാകമാക്കിയെടുത്ത് നേരെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. അതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാനുള്ളതും മസാലകളും കാണിച്ചു തരാം. ഓക്കെ, ഫ്ലവർ വേവിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കോൺഫ്ലോർ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ നൈസ് വറുത്ത് പൊടിച്ച് വെച്ചതുണ്ടല്ലോ അതെടുത്താൽ മതി. എപ്പോഴും വീട്ടിലുണ്ടാവണതല്ലേ. പിന്നെ അതിലൊന്ന് നന്നായി പിടിച്ച് കിട്ടണം. അതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ കടലമാവ്, അതായത് പീസ് പരിപ്പിൻ്റെ പൊടി കേട്ടോ, വടപ്പരിപ്പ് പറയണ ആ കടലമാവാണ് വേണ്ടത്. ഇനി അതിലേക്ക് വേണ്ട മസാലകൾ. ഇത് ഞാൻ ഒരു സ്മെല്ലിന് വേണ്ടി നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഒന്ന് അരിഞ്ഞു ഒന്ന് മുറിച്ച് വെച്ചതാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് ഒന്ന് ചതച്ചെടുക്കാം. ഓപ്ഷനലാട്ടോ, വേണമെന്നൊന്നുമില്ല. പക്ഷെ പെരിഞ്ജീരകം ഇട്ടോളൂ. പെരിഞ്ജീരകം നല്ലൊരു സ്മെല്ലുമാണ്, ദഹനത്തിന് നല്ലതാണ്. പിന്നെ മുളക് പൊടി, ഗരം മസാല. മഞ്ഞൾപ്പൊടി വേണമെന്നില്ല, ഇത് നല്ല മഞ്ഞ കളറല്ലേ, അപ്പോൾ അത് വേണ്ട. ഉപ്പ് ഇടണം. അപ്പം ഞാൻ മാവ് തയ്യാറാക്കട്ടതിന് വേണ്ടത് ഇതാ. അരിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇടാം. പിന്നെ ഇല്ല വെച്ചാൽ നമുക്ക് അപ്പിടാം. ഇത് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. ഇതെല്ലാം ഒപ്പം കിട്ടും. ഞാൻ ഇതൊക്കെ ഇളക്കിയിട്ട് ഫ്ലവറും ഇട്ട് ഇളക്കിയിട്ട് അപ്പോൾ കാണിക്കാം. ഞാൻ മസാല പുരട്ടി ഫ്ലവർ വറക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല എല്ലാ മസാലയായി. ഒരു ഇരുമ്പ് പാൻ ചൂടാക്കാൻ വെച്ചു. ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കില്ല. വെളിച്ചെണ്ണ അധികം കുടിക്കും, അതുകൊണ്ട് ഇതിന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇത് എണ്ണയൊന്നും വലിയ കുടിക്കലില്ല. വേവിച്ച സാധനം കൊണ്ട് ഒരു ആവറേജ് കുടിക്കലില്ല. അതുണ്ടാവട്ടെ. ഇനി ഓരോന്നായി ഇടാം നമുക്ക്.
ഈ അരിപ്പൊടി ഇടുന്നത് മൊരുന്നനെയാവാൻ വേണ്ടിയിട്ടാട്ടോ. കറക്റ്റാ മതി. ഇനി മൊരിയട്ടെ. അപ്പോൾ ഇത് മൊരിഞ്ഞു കേട്ടോ. ഏകദേശം ഒരു ചിക്കനും മീനൊക്കെ വറുത്ത പോലെ ഉണ്ടല്ലോ. ഞാൻ കടിച്ചു കാണിച്ചു കേട്ടോ. അവസാനം ഞങ്ങൾ നോണ് കഴിക്കാത്തവരാണ്. അപ്പോൾ വല്ലതും അങ്ങനെ വറുത്തതോ പൊരിച്ചോ ഒക്കെ തിന്നണം തോന്നുമ്പോൾ ഇതോ ഉരുളക്കിഴങ്ങോ പൊട്ടറ്റോ വല്ലതും ഇങ്ങനെ ഞാൻ വേവിച്ചിട്ടാകും. വേവിച്ച് ഫ്രൈ ചെയ്യും. ഞാൻ എല്ലാം വറുത്തെടുത്തിട്ട് നിങ്ങൾക്ക് കടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. നമ്മുടെ അത് മൊരിഞ്ഞിട്ട് കണ്ടോ, ഇളക്കാൻ പറ്റുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടോ, അരിപ്പൊടി ഇട്ടുകൊണ്ട്. ഞാനൊന്ന് കടിച്ച് കാണിച്ചിടാം. നല്ല വടയൊക്കെ കടിക്കണം, അത്ര മൊരി തന്നെയുണ്ട്. ഇന്നത്തെ ലഞ്ച് വിഭവം ഞാനിപ്പോൾ കാണിച്ചു തരാം. സിമ്പിൾ ലഞ്ച്. തക്കാളി ചോറ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഇനി ഒരു ദിവസം വീഡിയോ ഇടാം. ഇത് നമ്മുടെ ആന്ധ്രാപ്രദേശിലൊക്കെ ഉള്ളവരുണ്ടാക്കണ, തെലുങ്കരുണ്ടാക്കണ തക്കാളി അച്ചാർ. ഇത് നമ്മുടെ ഫ്ലവർ ഫ്രൈ. ഇങ്ങനെ സിമ്പിൾ ലഞ്ച്, ടേസ്റ്റി ആയിട്ട് ഉഷാറായില്ലേ? അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്ര എളുപ്പത്തിലുള്ള മാർഗ്ഗമൊക്കെ ഞാൻ കണ്ടുപിടിച്ച് തരാം. ഓക്കേ, ബൈ.